വെറുതെ ജീവിക്കല്ലോ, അതല്ലേ സൂറത്തുൽ മുൽക്ക് അല്ലാഹു പറഞ്ഞതല്ലേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവനെത്ര ബറക്കത്തുള്ളവനാണ്, ഐശ്വര്യമുള്ളവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ അജയ്യനാണ്, അജയ്യനാൻ. الذي خلق الموت والحياة الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചതും നമുക്ക് ശേഷം മരണം നൽകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഈ മരണവും ജീവിതവും അല്ലാഹു സമ്മാനിച്ചിരിക്കുന്നത് തന്നെ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് ഇബാദത്ത് എടുക്കുന്നത് എന്നുള്ള തിരിച്ചറിയാനാണ് അല്ലാഹു ഈ ദുനിയാവിൽ ഒരു പരീക്ഷണമായിട്ടാണ് ഈ ജീവിതവും ശേഷം മരണവും സമ്മാനിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഈ ജീവിതം, ഇനി അത് വരാനിരിക്കുന്ന മരണം, ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. എന്തിനുള്ള പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ആരാണ് നാളെ മഹ്ശറിൽ, അതറിയാനുള്ള പരീക്ഷണമാണ്. ഇപ്പം അല്പം മുമ്പ് നമ്മൾ 5ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ കുട്ടികൾക്ക് അൽഹംദുലില്ലാഹ് സമ്മാന സർട്ടിഫിക്കറ്റ് കൊടുത്തു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളെ ചേർക്കട്ടെ, ഉന്നത വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും സഹോദരങ്ങൾ. അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഇതൊക്കെ ദുന്യവിയായ ജീവിതമാണ്. ഇവിടെ SSLCക്ക് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഏതെങ്കിലും കലാലയങ്ങൾ എന്തെങ്കിലും കായിക കാര്യങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടുക, അതൊക്കെ ദുന്യാവ് കൊണ്ട് തീർന്നു. പരലോകത്തെ വിജയി ആര്? അതാണ് ഏറ്റവും വലിയ വിജയി. അതിൽ വിജയിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. ഏറ്റവും വലിയ വിജയി ആര് എന്നുള്ളത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആരാണത്? ഫമൻ സുഹ്സിഹ അനിന്നാർ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത فقد فاز وما الحياة الدنيا إلا متاع الغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിൽ നിന്ന് ഏതൊരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിച്ചോ, 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ ഏതൊരു സത്യവിശ്വാസിക്ക് സാധിച്ചോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ ഏതൊരു വ്യക്തിക്ക് സാധിച്ചോ, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവരെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്തിട്ടുള്ളവർ, അവരാണ് വിജയി. അതിനെന്ത് വേണം? അതിന് ഈ ദുന്യാവെന്ന് പറയുന്ന ഇഹലോക ജീവിതത്തിൽ നല്ലതുപോലെ പരിശ്രമിക്കണം. ഇവിടെയാണ് അതിനുള്ള പരിശീലന കളരി. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയുടെ ഇവിടെയാണ്. ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്തെങ്കിൽ അത് നാളെ കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിസ്കാരം കറക്റ്റ് ആയിരിക്കണം, ഇവിടെ നോമ്പുകൾ കറക്റ്റ് ആയിരിക്കണം, ഇവിടെ സക്കാത്ത് കറക്റ്റ് ആയിരിക്കണം, ഇവിടെ സ്വതക്ക കറക്റ്റ് ആയിരിക്കണം, ഇവിടെ കുടുംബ ബന്ധം ചേർക്കണം, ഇവിടെ അയൽവക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കണം, ഇവിടെ സമൂഹത്തോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം, ഇവിടെ ഭാര്യയോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം, മക്കളോടുള്ള കടപ്പാടുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായി ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക.
എങ്കിൽ മാത്രമേ നിനക്ക് പരലോകത്ത് സ്വർഗം കിട്ടുകയുള്ളൂ, നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയുള്ളൂ. അപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക, അവിടെ വെച്ച് കിട്ടും. ഇപ്പൊ ഈ കിട്ടിയ അനുമോദനമൊന്നുമില്ല, ഏറ്റവും വലിയ ഉന്നതമായ സദസ്സാണത്. ഇതിപ്പോ നമ്മൾ കീഴ്പയ്യൂർ ജമാഅത്തിന്റെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നല്ല സദസ്സം നമ്മൾ ഓരോരുത്തരും പറയുന്നെങ്കിൽ ഇതൊന്നുമല്ല. കോഴിക്കോട് ജില്ലക്കാരെ മാത്രമല്ല, കേരളക്കാരെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളവരെ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകളെയും, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, വരാനിരിക്കുന്നതാകുന്ന ആളുകളെയും, കഴിഞ്ഞുപോയവരെയും, യുക്തിവാദികളെയും, നിരീശ്വരവാദികളെയും, മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും, ലോകത്തുള്ള സർവ്വ ആളുകളെയും, ഖബറിൽ കിടക്കുന്നവരെയും ഇനി ജനിക്കാൻ പോകുന്നവരെ ഒക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവരുടെ മുന്നിൽ വെച്ച് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആ സദസ്സ് എന്തോ വലിയ സദസ്സായിരിക്കും. എത്ര മാനസികമായി സന്തോഷം കിട്ടുന്ന ഒരു നേട്ടമായിരിക്കും അത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവിടെ വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടെ വിജയിക്കണം. അതിനാണ് ഈ ദുന്യാവ്. ഈ ദുന്യവിയായ ജീവിതത്തിലെ ഇത്രയും കാലഘട്ട ജീവിതം കൊണ്ട് അവിടെ എനിക്ക് വിജയിക്കാൻ പറ്റും, ട്രോഫി ഉറപ്പാണ്, ഓവറോളിംഗ് ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കുന്നവർക്ക് അല്ലാഹ് ഖലാസ്, അവർ പിന്നെ പ്രശ്നമൊന്നുമില്ല. അവർക്കുള്ള സമയത്ത് വല്ല ഖുർആൻ ഓതുക, ദിക്ർ ചെയ്തൊക്കെ അവർ മുന്നേറുക എന്നുള്ളത്. നമുക്കങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മളങ്ങനെ ഉറപ്പിച്ചവരാണോ? ചിന്തിക്കുക. നമ്മുടെ ജീവിതം അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീകളെ ചേർക്കണേ അല്ലാ, ആബിദീകളെ ചേർക്കണേ അല്ലാ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്, മരിക്കാൻ കിടക്കുന്നവൻ്റെതാകുന്ന കാതിൻ്റെ ചാരത്തേക്ക് ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ, എവിടെ പോയടാ, എവിടെ പോയി നിന്റെ ആരോഗ്യമുള്ള ശരീരം? നീ ശരീരം കൊണ്ട് എന്ത് ചെയ്തു ദുന്യാവിൽ? എത്ര പ്രാവശ്യം ഖുർആൻ ഓതി, എത്ര പ്രാവശ്യം ദിക്ർ ചൊല്ലി, എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർത്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി കുടുംബാദികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് 70,000 തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുന്നു. അയാളുടെ ഖബർ ജീവിതവും നരകീയ ജീവിതത്തിൽ നിന്നൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി. ഉറപ്പായും അത് പ്രതിഫലിക്കുമെന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാകുന്ന ഈ അമല്, പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി എത്ര ചെയ്തു വെച്ചിട്ടുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000 ചൊല്ലിത്തീർക്കാൻ നമ്മുടെ ഈ കാലയളവ് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 1,00,000 ചൊല്ലിയാൽ തന്നെ രക്ഷപ്പെടുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് 1,00,000 ചൊല്ലാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ആ അവസരങ്ങൾ നമ്മൾ വിനിയോഗിച്ചില്ല. ഇപ്പൊ സ്കൂൾ അവധിയാണ്, ഇന്ന് അവധി, നാളെ അവധി, മറ്റന്നാളിനിപ്പോൾ ബന്ധമുണ്ടായിരുന്നു എടുത്ത് മാറ്റിയിട്ടുണ്ട്. പലരും യാസീൻ ഓതിയിരുന്ന അത് ബന്ധാവണേന്നും പറഞ്ഞു, പക്ഷെ ആ യാസീൻ സ്വീകരിച്ചില്ല. മറ്റന്നാൾ ബന്ധം മാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഈ അവധി ദിവസങ്ങൾ ഇത്രയും കിട്ടിയിട്ട് ഒരു 10 വട്ടമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ, നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതുപോലും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കാത്തവരായി ഈ ഉമ്മത്തിൽപ്പെട്ട അഹ്ലുസുന്നയുടെ പ്രവർത്തകരായ നമ്മൾ മാറിയില്ലേ? നമ്മളെത്ര അലസന്മാരാണ്. നമ്മൾ യാതൊരു ബന്ധവുമില്ല, ദീനുമായി യാതൊരു ബന്ധമില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല, ഒന്നുമില്ല. ആകെ ഒരു യാസീൻ ഓതി, അത് തന്നെ ഏറ്റവും വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുകയാണ്. യാസീൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും അയിമത്തുകളൊക്കെ ഓതിയിരുന്നതാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ സൂറത്ത യാസീൻ സബാഹൻ വ മസാഅൻ, രാവിലെയും വൈകിട്ടും ഓതും, 2 എണ്ണം. നമ്മൾ ഒരെണ്ണം ഓതിയാൽ തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുകയാണ്. കാന എന്ന പദം തന്നെ ദവാമിനെ കുറിക്കുമെന്ന് നിത്യമായി ചെയ്തിരുന്ന അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തു സദദയും സൂറത്തുൽ മുൽക്ക് ഓതാതെ ഉറങ്ങില്ല, എല്ലാ ദിവസവും അത് ഓതും സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് കൂടാതെ ഖുർആൻ കറാത്ത് മറാത്ത് ഖത്മ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ ശൈലി അതാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമാകുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതി തീർക്കും. എല്ലാ ദിവസവും ഖുർആൻ ഒരു പ്രാവശ്യം തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കുമെന്ന്. ഇതായി പറയുന്നത് ചെറിയ കാര്യമാണോ? റമദാനാകുമ്പോൾ 60 ഖത്മാണ്, 30 ദിവസം കൊണ്ട് 60 ഖത്മ്. അഥവാ രാവിലെ ഒന്ന് ഓതും, വൈകുന്നേരം കൊണ്ട് തീരും. വൈകുന്നേരം അടുത്ത മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങും, സുബഹിക്ക് മുമ്പായിട്ട് 2ാമത്തെ ഖത്മ് തീരും. 2 ഖത്മ് ഓതും ഒരു ദിവസം. എന്ന് പറഞ്ഞാൽ അത് തന്നെ പണി, വേറെ പണിയൊന്നുമില്ല.
റമദാൻ അല്ലാത്തപ്പോൾ ദറസും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ദറസിന്റെ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് പകല് ദറസും രാത്രിയിൽ ഓതല ഖുർആനോത്താണ്. നമുക്കെപ്പോഴും ഉറങ്ങണം. 24 ഒരു 5 മിനിറ്റ് കിട്ടിയാൽ എപ്പോൾ ഉറങ്ങണം. അതാണ് നമ്മുടെ അവസ്ഥ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമൽ ഏതാണ് റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാലു വൽ മുർതഹീലു, ഹാലാണ് മുർതഹീലാൻ. സ്വഹാബത്തിന് കാര്യം മനസ്സിലായില്ല. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലി ഏതാണെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ, ഹാലാണ് മുർതഹീലാണ്. എന്താണ് ഹാല്, എന്താണ് മുർതഹീൽ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഇദാ ഖതമ ഖതമതാ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരിപൂർണമായി ഓതി തീർത്താൽ വീണ്ടും ഫാത്തിഹ കൊണ്ട് തുടങ്ങി വെക്കുകയാണ്. വീണ്ടും ഇതാ ഫാത്തിഹ കൊണ്ട് തുടങ്ങിയതാകുന്ന ഖത്മ് നാസ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും തുടങ്ങുകയാണ്. ഈ രീതിയിൽ ഖുർആനിനെ ആവർത്തിച്ച് പാരായണം ചെയ്യലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് നബിയുനാ റസൂലുള്ളാഹി. യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറാ. ഖുർആൻ കേൾക്കുന്നതായ മുസ്ലിമേ മുസ്ലിമത്തേ, മദ്രസയിൽ പഠിക്കുന്ന മക്കളില്ലേ, +2 തലം വരെ മദ്രസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇശാമഗരി പിന്നടയിലിരുന്ന ഖുർആൻ ഓതാ പറയണേ. ഖുർആൻ മക്കളെ കൊണ്ട് ഓദിക്കണേ. ആ ഖുർആൻ കേൾക്കുന്നതിലൂടെ ദുനിയാവിൻ്റെ എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറാ. ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്താൽ മക്കളോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് വാപ്പായും ഉമ്മായും ഖുർആൻ എന്ന് ഉറക്കെ പാരായണം ചെയ്യണേ. അതിലൂടെ കുടുംബത്തിന് ബലാ മുസീബത്തുകൾ മാത്രമല്ല ആഖിറത്തിലെ ബലാ മുസീബത്തുകൾ അല്ലാഹു നീക്കിത്തരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണ്ടേ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർപ്പെടുത്തുകയാണ്, മരിക്കാൻ കിടക്കുന്നവന്റെ ചാരത്ത് വന്നുകൊണ്ട് മലക്ക് ചോദിക്കും, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ ഐന ബദനുകൽ ഖവീ, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി? വമാ അളഅഫഹുല്ലോ, ഇന്നീ മരണത്തിന്റെ മുഖത്ത് നിന്റെ ശരീരത്തെ ഇത്ര ബലഹീനമാക്കിയ വസ്തുവെന്നാണ്. കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ മനുഷ്യ, കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ സഹോദരി. കൈകാലും അനക്കാൻ പറ്റുന്നില്ല. അല്ലാഹു മളക്കാക്കുമാറാവട്ടെ. നിസ്കാരം തന്നെ 5 വഖത്ത് കറക്റ്റായി നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? അലംഭാവം വെക്കുന്നവർ എത്ര പേരുണ്ട്? അതിനോട് മടിവെക്കുന്നവർ എത്ര പേരുണ്ട്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ അല്ലാഹു ലോകരെ ഉത്ഭുതരാക്കുകയാണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. വാദിൻ ഫി ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ചെറിയ കുണ്ടാണ്, ചെരിവാണ് വൈൽ എന്ന് പറയുന്ന ഭാഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാർക്കുള്ളതാ? നിസ്കരിക്കുന്നവർക്ക്. നിസ്കരിക്കുന്നവർക്ക്, അതെ, നിസ്കരിക്കുന്നവർ. الذين هم عن صلاتهم സാഹൂൻ, അലസന്മാരായി മടിയന്മാരായി നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവർക്കാണ് ഈ നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അലസന്മാരായി നിസ്കരിക്കുന്നവർ, മടിയന്മാരായി. جاء عمر بن الخطاب رضي الله تعالى إلى رسول الله صلى الله عليه وسلم فقال, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, അഖ്ബിർനാ അൻ ഹാദിഹിൽ ആയാ, ഞങ്ങൾക്ക് ഈ ആയത്തിന്റെ വിശദീകരണം ഒന്ന് പറയണേ റസൂലേ. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അലസന്മാരായി മടിയന്മാരായിട്ട് നിസ്കരിക്കുന്നവർക്കാണ് നരകത്തിന്റെ ഒരു ഭാഗമെന്ന് തങ്ങൾ പറഞ്ഞുവല്ലോ. ഈ വൈലിന് അവകാശികൾ ആരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടി നൽകുകയാണ്. കീഴ്പയ്യൂരിലുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാതുകൊടുത്ത് കേൾക്കണേ, കേൾക്കണേ. അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മടിയുണ്ട്, അലസതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? അവർ നമസ്കാരത്തെ പിന്തിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് താബിഈ പ്രമുഖൻ അദ്ദേഹം ഇതാ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. الذين لا يصلون الصبح حتى يطلع الفجر ولا يصلي الظهر حتى يأتي العصر ولا يصلي العصر حتى يأتي المغرب ولا يصلي المغرب حتى يأتي العشاء. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമസ്കാരത്തെ പിന്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുബ്ഹി നമസ്കരിക്കില്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ പിന്തിക്കുകയാണ്. ളുഹർ നമസ്കരിക്കില്ല, അസർ വരെ പിന്തിക്കുകയാണ്. അസർ നിസ്കരിക്കില്ല, മഗ്രിബ് വരട്ടെ കാത്തിരിക്കുകയാണ്. മഗ്രിബ് നമസ്കരിക്കില്ല, ഇശായിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരാണ്. ഇശാ നമസ്കരിക്കുന്നതോ സുബ്ഹി വരെ കാത്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമസ്കാരത്തെ അടുത്ത വഖത്തിലേക്ക് വെച്ച് പിന്തിക്കുന്നതായ മുസ്ലിമില്ലേ, അവരെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നരകമാണ്. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. ഏകദേശം നമ്മുടെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞത്, അല്ലാഹു മുളക്കാക്കട്ടെ. കാരണം നിസ്കരിക്കും, പക്ഷെ സമയത്തല്ല, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും. ഭയങ്കര നിസ്കാരക്കാരൻ, അവൻ നിസ്കരിക്കും ആദ്യം, പിന്നെ നല്ല നിസ്കരിക്കുന്ന പയ്യനെ. എപ്പോഴാണ് നിസ്കരിക്കുന്നത്? തോന്നുമ്പോൾ നിസ്കരിക്കാം. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. ആ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫലാസത്തുൻ ലാ യഖ്ബലുഹുമുല്ലാഹു സ്വലാതഹും. 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിൽ ഒന്നാമതായി പ്രവാചകൻ രേഖപ്പെടുത്തുന്നു, നമസ്കാരത്തെ അതിൻ്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരെ അല്ലദീന യുഅഖിറൂന സ്വലാത അൻ ഔഖാതിഹാ. നമസ്കാരത്തെ അതിൻ്റെ സമയത്തിനെ തൊട്ട് സ്ഥിരമായി പിന്തിച്ച് നമസ്കരിക്കുന്നതായ ഏതൊരു മുസ്ലിമത്തുണ്ടോ അവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. നിസ്കാരം അല്ലാഹുക്ക് വേണ്ടാന്ന് മനസ്സിലായിക്കോ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ സമയത്തല്ല, എപ്പോഴെങ്കിലും നിസ്കരിക്കുക. രാത്രി 3 മണി വരെ മൊബൈലായിട്ടിരിക്കാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ കറങ്ങി അവസാനം രാത്രിയിൽ എങ്ങനെയോ കിടന്ന് ഉറങ്ങി. സിനിമാ പാട്ടൊക്കെ കേട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ച് അങ്ങനെ കിടക്കുക, അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 9 മണിക്കാണ്. ഇനി ഈ 9 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ തന്നെ നിനക്ക് നരകം ഉറപ്പാണ്. അതാ പറഞ്ഞത്. കാരണം എന്താ? സമയത്ത് നിസ്കരിച്ചില്ല. സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ളുഹർ നമസ്കാരത്തെ അസറിന്റെ വക്കത്തിലേക്ക് ബന്ധിക്കുന്ന സഹോദരിമാർ ധാരാളമുണ്ട്. അടുക്കളയിൽ ജോലിയൊക്കെ കഴിയട്ടെ, കുളിച്ച് റെഡിയായിട്ട് അസറിന്റെ സമയമാകുമ്പോൾ കയറി മുസല്ല നിസ്കരിക്കാം. നിസ്കരിച്ചല്ലോ നിസ്കാരം പടച്ചവന് വേണ്ട. അതായി പറഞ്ഞത്. അള്ളാഹ്ക്ക് നിസ്കാരം വേണ്ട. ഹദീസ് അത്രയാണ്, ഡസൻ കണക്കിന് ഹദീസാണ്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت الصلاة إلى السماء حتى انتهى إلى العرش فيدعو له حفظك الله كما حفظتني. നിസ്കാരം ഒരു വഖത്തിൽ നമസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് കയറുകയാണ്. ഓട്ടോമാറ്റിക്കായി റബ്ബിന്റെ ഹളറത്തിലേക്ക് എത്തുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ സവിധത്തിലെത്തി ആ നിസ്കാരം നിനക്ക് വേണ്ടി അനുകൂലമായി ദുആ ചെയ്യുമേ. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ. നിസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിനക്കും സഹായം നൽകട്ടെ, അല്ലാഹു നിനക്കും സംരക്ഷണം നൽകട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരം നമുക്ക് അനുകൂലമായി ദ്വാരക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ നിസ്കാരം അങ്ങോട്ട് കയറുകയാണ് നേരെ അള്ളാഹുവിൻ്റെ അടുക്കൽ. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് അനുകൂലമായി ദ്വാരക്കും. എപ്പോൾ? ഇതാ സ്വല്ലൽ അബ്ദു ഫി അവ്വലി വഖതിഹ, ആദ്യ വഖത്തിൽ നിസ്കരിച്ച് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച ഉടനെ ഉമ്മമാരെന്ത് ചെയ്യണം? വേഗം ജോലിയൊക്കെ തിരക്കിയിട്ട് യാ അല്ലാഹ് ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ, നിസ്കരിച്ചിട്ട് വന്നിട്ട് ചെയ്യാമല്ലോ. എന്തായാലും നിസ്കരിക്കണം, വേണ്ടേ? നിസ്കരിക്കണം. പിന്നത്തേക്ക് എന്തിനാ വെക്കുന്നത്? അപ്പോൾ തന്നെ നിസ്കാരം അതിൻ്റെ സമയത്താണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. നമസ്കാരം അതിൻ്റെ സമയത്തല്ലാതെയാണ് യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരാ, സഹോദരാ നീ നിസ്കരിക്കുന്നത് എങ്കിൽ ആ നിസ്കാരം അല്ലാഹുവിൻ്റെ അർശിലേക്ക് ഉയരാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും ആ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് തന്നെ എത്തുകയില്ല. തുറത്തുൽ മലായികതു സ്വലാതഹു. ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ ഇരുൾ മുറ്റിയതാകുന്ന ഈ നമസ്കാരം ആ നിസ്കാരത്തിന് നേരത്തെ ഉള്ളതുപോലെ പ്രകാശമുള്ള നമസ്കാരമല്ല. കാരണം സമയത്തുള്ള നിസ്കാരമല്ല. ടറഫുകളിൽ പന്ത് കളിച്ച് നിലകൊണ്ടവനാണ്, കട തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്തവനാണ്, ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇഖാമത്ത് കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് പോലും അവനതാ ജീവിതത്തിൻ്റെതാകുന്ന ക്രയവിക്രയങ്ങളുമായി മുന്നേറുകയാണ്. ഹയ്യാല ഹയ്യ അലൽ ഫലാഹ്.
വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ കളിച്ചു നിന്നവനല്ലേ. നിന്റെ നമസ്കാരം ഒന്നാം ആകാശത്തേക്ക് ചൊല്ലുമ്പോൾ തന്നെ ഇരുൾ മൂടപ്പെട്ടതായ നമസ്കാരമാണ്. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫോ, പഴയ തുണി ചുരുട്ടിയെറിയുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് തുറത്തുൽ മലായികതു സ്വലാത്തുഹു, നമസ്കരിച്ചവനിലേക്ക് നിസ്കാരത്തെ റദ്ദ് ചെയ്യുകയാണ്. ആ നിസ്കാരം മടങ്ങി വന്ന് നീ സലാം വീട്ടി നിൽക്കുമ്പോ നിന്റെ ഇടത് ഭാഗത്ത് വന്ന് നിനക്ക് എതിരായി ദുനിയാവിൽ വെച്ച് ദുആ ചെയ്യുമത്രേ. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, നിസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അള്ളാഹു നിന്നെയും പ്രയാസപ്പെടുത്തട്ടെ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവട്ടെ എന്ന് നിസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അപ്പം നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഈ ചർച്ച ചെയ്യുന്നത്, അത് നമുക്ക് ചർച്ചയില്ല. അവൻ പോയി എന്തായാലും നരകത്തിൽ. അല്ലാഹു മലക്കാക്കട്ടെ. ഇത് നിസ്കാരമുണ്ട്, നിസ്കാരത്തിൽ അലസത. എങ്ങനെ അലസത? നിസ്കാരത്തെ വെച്ച് പിന്തിക്കുക, തോന്നുമ്പോഴൊക്കെ നമസ്കരിക്കുക. അത് വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അമീൻ പറയിൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം എന്തുകൊണ്ട്? നിസ്കാരം എന്ന് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിസ്കാരമെന്ന് പറയുന്നത് സമയബന്ധിതമാണ്. തോന്നുമ്പോൾ നമസ്കരിച്ചാൽ പറ്റില്ല. കൃത്യമായി നിസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കണം, സമയബന്ധിതമാണ്. നിനക്കിഷ്ടമുള്ള സമയത്ത് നിസ്കരിച്ചാൽ പറ്റില്ല. എപ്പോഴാണോ ബാങ്കിൻ്റെ സമയം അത് നീ ശ്രദ്ധ ചെലുത്തിക്കോണം. അത് കഴിഞ്ഞിട്ട് മതി. മക്കളെ സ്കൂളിൽ വിടുന്നു, ളുഹർ എവിടെ, അസർ എവിടെ, വഖത്തുകളൊക്കെ പോയി. ചില പള്ളികളിൽ തന്നെ ചില സ്കൂളിൽ പഠിക്കുക ജുമായ്ക്ക് വിടുന്നില്ല എന്നറിയുന്നു. രക്ഷിതാക്കൾക്ക് ഒരു കുഴപ്പമില്ല, ഇവിടത്തും വിഷയമൊന്നുമില്ല, തൽക്കാലം അങ്ങനെ പോട്ടെ എന്നാ പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ പഠിച്ചെടുക്കട്ടെ. എന്ത് പഠിച്ചെടുക്കട്ടെ? ഈ നിസ്കാരം ഇല്ലാത്തത് നീ എന്താണ് പഠിച്ചെടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതാകുന്ന തലത്തിൽ അവർക്ക് ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് ദുനിയാവ് എന്തെല്ലാം കരഗതമാക്കിയാലും ഇബാദത്തില്ലെങ്കിൽ എല്ലാം പോയില്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് ചെറുപ്പത്തിലേ വരണം. നിസ്കാരവും നോമ്പും ഒക്കെ ചെറുപ്പത്തിലേ വരണം. അതുകൊണ്ടാണ് 7 വയസ്സെത്തുമ്പോഴേ ഇതുകൊണ്ട് കൽപ്പന പറയുന്നത്. 10 വയസ്സെത്തിയിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ചെങ്കിലും ശീലിപ്പിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് രണ്ടും ചെറുപ്പത്തിലെ ശീലയില്ലെങ്കിൽ വല്ലാഹി സുമ വല്ലാഹി ഇനി പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. വളരെ പ്രയാസമാണ്. 20 വയസ്സ് കഴിഞ്ഞു, 30 വയസ്സ് കഴിഞ്ഞു, പിന്നെ കൂടെ നിസ്കാരം കറക്റ്റാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. സുബൈക്ക് എഴുന്നേക്കാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കട്ടെ, അതൊന്നും നടക്കൂല. അങ്ങനെ ചിന്തിച്ച എത്ര ആളുകളുണ്ട്. ഇപ്പൊ സുബൈയില്ല, ഒരു വഖത്തും ഇല്ല. സുബഹി നമസ്കരിക്കണം അവ്വൽ വഖത്തിൽ, വലിയ ഖൈറാണ്. മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി ശഫീഉന റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ അല്ലാഹു അവന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അത് അവ്വൽ വഖത്തിൽ ജമാഅത്തായി പുരുഷന്മാർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ മുസ്ലിമേ, പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. പള്ളിയിൽ തന്നെ നിസ്കരിക്കണം, പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. പള്ളിയുടെ പരിസരത്ത് ബാങ്ക് കേൾക്കുന്ന ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നവർ പള്ളിയിൽ തന്നെ നിസ്കരിക്കണം. അന്ധനായ ഒരു സ്വഹാബി നബി തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. നബി തങ്ങളോട് പറയുന്നു, നബിയേ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി അഫൗസല്ലി ഫീ ബൈതി. കണ്ണ് കാണാത്ത മനുഷ്യനാണ് ഞാൻ. ഇന്നി കുന്തു ലരീറൽ ബസർ, കണ്ണിന് കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. വലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എന്നെ പിടിച്ച് നടത്തിക്കൊണ്ടുവരാൻ ഒരു സഹായി പോലുമില്ല റസൂലേ. എനിക്ക് ഇളവ് നൽകുമോ ഹബീബേ?
അഫ ഉറഖ്സുലി അൻ ഉസല്ലിയ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ ഞാൻ അവ്വൽ വഖത്ത് നിസ്കരിച്ചോളാം. ബാങ്ക് വിളിക്കുമ്പോൾ ഉടനെ നിസ്കരിക്കാം. പക്ഷേ എനിക്ക് തങ്ങൾ അനുവാദം തരണം. പള്ളിയിലേക്ക് ജമാഅത്തിന് വരാനൊന്നും പറ്റുന്നില്ല, ഒരാൾ കൂട്ടിക്കൊണ്ടു വരാനൊന്നും പറ്റുന്നില്ല, ആരും ഇല്ല എൻ്റെ സഹായിയായി, മക്കളില്ല, കുടുംബമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. മരുഭൂമിയിലൂടെ വരണ്ടേ, കണ്ണിന് കാഴ്ചയില്ല, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഖസ ലഹു, ഇളവ് നൽകി. ഹദീസാണ്, ശരിക്കും മനസ്സിലാക്കണേ. ഇളവ് കൊടുത്തു. ഇളവെല്ലാം കിട്ടി സന്തോഷത്തോടി ഫലമ്മ വല്ലാഹു, സദസ്സം കൂടി പിരിഞ്ഞ് 2 അടി പുറകോട്ട് നടക്കണിയാണ്. എന്തായാലും ഇളവ് കിട്ടിയില്ല, പള്ളിയിലൊന്നും പോകണ്ട, റാഹത്തായി. അയാൾ അങ്ങനെ വാങ്ങിക്കെടുത്ത ആളല്ല, സ്വഹാബിയാണ്, നബിയോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ള ആള്. പക്ഷെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ശാരീരിക ക്ഷമത ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചത്. നബി അനുവാദം കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ 2 അടി പുറകോട്ട് വെച്ചിട്ട് എന്നാൽ ലാഹത്തായിട്ട് സന്തോഷത്തോടെ പോകുമ്പോൾ നബി അയാളെ വിളിച്ചു. നാദാഹു, നബി വിളിച്ചിട്ട് ചോദിച്ചു, അതസ്മഉ നിദാ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യ. ബാങ്ക് കേൾക്കുന്നുണ്ടോ? നീ കണ്ണ് കാണാത്ത മനുഷ്യനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നഅം, ബാങ്ക് കേൾക്കുന്നുണ്ട്. ബാങ്കൊക്കെ കേൾക്കാം, കേൾവിക്ക് പ്രശ്നമില്ല, പിന്നെ എന്താ പ്രശ്നമുള്ളൂ? കണ്ണിന് വിഷയമുള്ളൂ. ബാങ്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിച്ചാൽ വീട്ടിൽ തന്നെ നിസ്കരിച്ചോളാം. ഇവിടം വരെ വരാനുള്ള ബുദ്ധിമുട്ടാണ്, ആരും കൂട്ടിക്കൊണ്ടു വരാൻ പോലുമില്ല, കണ്ണിന് തീരെ കാഴ്ചയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫഅജിബ് ലിസ്സലാ, നിസ്കരിക്കാൻ വരൽ നിർബന്ധമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഉത്തരം ചെയ്തേ പറ്റുള്ളൂ. കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബി വര്യനോട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാളുമില്ലാതെ നിൽക്കുന്ന മനുഷ്യനോട് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? ചിന്തിക്ക്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? കെട്ടിയിട്ട് അടിക്കേണ്ടത്. പിന്നെ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞ്, ജമാഅത്തിന് വരാത്തതാകുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഒരാളെ പകരം ഇമാമത്തെ ഏൽപ്പിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ആ വീടോടുകൂടി അങ്ങ് കരിക്കാൻ ഞാൻ കരുവിക്ക് പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത്ര ദേഷ്യമാണ് നബിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകളോട്. പിന്നെന്തിനാണ് പുരുഷനാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? മൂക്കിന് താഴെ രോമവും കിളിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പിന്നെന്തിനാണ്? പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകാത്തവൻ പെണ്ണുങ്ങളാണ്. കാരണം പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ അനുവദനീയം, പള്ളിയിൽ നമസ്കരിക്കേണ്ടവരാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹാ ബിൽ ഗുദുവി വൽ ആസാൽ. റിജാലുൻ, പുരുഷന്മാർക്ക് അല്ലാഹു അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോകണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാഹ് നമുക്ക് ഇഷ്ടംപോലെ നിസ്കാര പള്ളികൾ അടക്കമുണ്ട്. ജമാഅത്ത് ഒന്നും നഷ്ടപ്പെടുത്തരുത്, പോകണം. കാരണം ഇല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കൊളുത്തിപ്പിടിച്ചിട്ട് മലക്ക് തന്നെ ചോദിക്കും, എന്തേ ആചാര്യ ആരോഗ്യോടെ പോയി? നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, പള്ളിയിൽ പോയില്ലല്ലോ. ഇപ്പം നിനക്ക് കൈകാലുകൾ അനക്കാൻ വരാം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ആരോഗ്യപരമായി പ്രശ്നമുള്ള വീൽ ചെയറിലൊക്കെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളൊക്കെ പോയി ചോദിക്കും, എന്താ ആചാർ ആഗ്രഹം എന്താണ്? ലുലുമാളി പോകണോ? കോഴിക്കോട് പോകണോ? എന്താ വേണ്ട? ആചാർക്ക് എന്താ വേണ്ട? 1 കിലോ അലുവ വാങ്ങിച്ചു തരട്ടെ. എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നതെന്നറിയോ? എനിക്ക് 5 നേരം പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അതാ ഇപ്പം എൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയും. കാരണം എന്താണെന്നറിയോ? കിടപ്പിലായപ്പോൾ പണി പഠിച്ച് അയാൾക്ക് മനസ്സിലായി, ഒരുപാട് കാലം ഞാൻ വെറുതെ കളിച്ച് രസിച്ച് നടന്ന് ഇപ്പം എനിക്കതാ കിടപ്പിലായി, ഇനി എനിക്ക് എഴുന്നേക്കാൻ പറ്റൂല, ഇനി ഒന്ന് എഴുന്നേക്കണം ആഗ്രഹമുണ്ട്, നല്ല രീതിയിലൊന്ന് റുക്കോയ് ചെയ്യണമെന്നുണ്ട്, നല്ല രീതിയിലൊന്ന് സുജൂദ് ചെയ്യുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, ആരോഗ്യം സമ്മതിക്കുന്നില്ല, എല്ലാം പോയി. അതുകൊണ്ട് ആരോഗ്യമുള്ള കാലഘട്ടത്തെ ശരിക്കും ഉപയോഗിച്ചോ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആരോഗ്യമുള്ള സമയം നിങ്ങൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം. നബി തങ്ങൾ പറഞ്ഞല്ലോ, നിഅമതാനി അളീമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗു. ഒഴിവുള്ള സമയങ്ങളും ആരോഗ്യഘട്ടങ്ങളും അധിക ജനങ്ങളും വഞ്ചിക്കപ്പെട്ടു പോകുന്നവരാണ്. ശ്രദ്ധിക്കില്ല. നമ്മളിങ്ങനെ വെറുതെ സമയം തള്ളി നിൽക്കും, വയസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ഇപ്പം എത്ര വയസ്സായി? 30-40 ഒക്കെ ഉള്ള ആളുകൾ ചിന്തിക്കും, ഇനി മാക്സിമം പോയാൽ അത്രയും കൂടി ഉള്ളു ഇവിടെ. ഇപ്പൊ പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പകുതിയുള്ള കാലഘട്ട ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവന് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ്? നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യാനാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. അമല് ചെയ്യാനുള്ള സമയം പോലും നമുക്കില്ല എന്നർത്ഥം. നമ്മുടെ മുന്നിൽ മരണം നമ്മുടെ തൊട്ടു മുന്നിലുണ്ട്. നിന്റെ കാലിലെ ചെരുപ്പിൻ്റെ വാറിനോട് എത്രമാത്രം നിന്റെ കാലടുത്ത് കിടക്കുന്നു, അതിലേറെ നീ മരണത്തോടെടുത്തിട്ടുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇന്നൊരു വാർത്ത കണ്ടില്ലേ, പയ്യനാക്കൽ. കുട്ടികളൊക്കെ എല്ലാവരും അടുത്തുണ്ടോയെന്ന് നോക്കണം. ഇന്നൊരു വാർത്ത കണ്ടില്ലായിരുന്നു? ന്യൂസ് കണ്ടില്ലായിരുന്നു? പയ്യാനാക്കൽ. എന്താ പയ്യനാക്കൽ എന്നല്ലേ പറയും? നമ്മുടെ കോഴിക്കോട് മീൻചന്തയുടെ അടുത്തുള്ള സ്ഥലം. ഒരു ചങ്ങായി വേറൊരു ടാക്സി വണ്ടി അടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാണ്?
മദ്രസ വിട്ടിട്ട് വരുന്ന ഒരു കുട്ടിയെ വിളിച്ച് കയറ്റുക, വാ കയറ് ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കിയോളാം. അപ്പോൾ വേറൊരാൾ ഇത് കണ്ട് സംശയം തോന്നിച്ച് വട്ടം വെച്ചിട്ട് ചോദിച്ച് നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചപ്പോൾ പറയാം കാസർഗോഡ്. ഇപ്പം ഇവനെ എവിടെ കൊണ്ടാക്കാന്നേ പറഞ്ഞു. അവസാനം മറ്റുള്ളവരെല്ലാവരും കൂടി പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ ഇല്ലാത്ത ഐറ്റംസുകളില്ല, എല്ലാ കഞ്ചാവ് അടക്കമുള്ള എല്ലാ ഐറ്റം ഉണ്ട്. ഇന്നിപ്പം ഇന്നത്തെ ന്യൂസാണ് ഈ പറയുന്നത്, ലേറ്റസ്റ്റ്. അറിഞ്ഞില്ലേ? നിങ്ങളതൊന്നും കണ്ടില്ലേ? അത് കാണാത്തവരുണ്ട്. ലെസ്ബിയൻ കപ്പിൾസിൻ്റെ കാര്യം ബിഗ് ബോസിൽ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ കണ്ടു റാഹത്ത്, മറ്റേത് കണ്ടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അവരുടെ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടോയെന്ന് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടികളിങ്ങനെ ഓടുന്നുണ്ട്. അവരവരുടെ മക്കൾ എല്ലാവരും പരിസരത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ശ്രദ്ധയില്ലാതെ നിൽക്കുമ്പോൾ വലിയ വിഷയം. മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂർ പ്രസംഗത്തിന് ഒരു 6 വർഷം മുമ്പാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. അപ്പോൾ ലാസ്റ്റ് അന്വേഷിച്ചപ്പോൾ എന്താ, ഒരു ചങ്ങായി പർദ്ദയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു പെണ്ണുമായിട്ട് അവിടെ വന്നിരുന്നിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുക. നല്ല സുഖമുണ്ടല്ലോ, അതിലെ കൈയൊക്കെ പിടിച്ച് താത്ത റാഹത്തായിട്ട് തടയിക്കൊണ്ട് പർദ്ദ ഇട്ടിട്ട് വന്നിട്ട് അതിന് പെണ്ണുങ്ങളുടെ ഇടയിൽ നമ്മളിവിടെ നരകം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനവിടെ സ്വർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നടന്ന സംഭവം പറയുന്നത്. അതിലല്ലേ ഞാനിപ്പോൾ ലൈവ് ഉള്ളത്, ലൈവ് കൂടെ പൊയ്ക്കോട്ടെ, അറിഞ്ഞ് കള്ളം പറയല്ല. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നടന്ന സംഭവം പറഞ്ഞു. പർദ്ദയിട്ട് നല്ല നിക്കാബും ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിരിക്കുക. വേണ്ടി വെള്ള കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കങ്ങാണ്ട് ബക്കറ്റൂര് വന്നപ്പോൾ കണ്ട് അറിയാതെ കണ്ട് കൈ കണ്ടപ്പോഴത്തേക്കും എന്തോ ഇങ്ങനെ വന്നു പിടിച്ചതന്നെ പൊക്കി. വലിയ വിഷയമായി. അതുകൊണ്ട് ശ്രദ്ധിച്ച് അടുത്തിരിക്കുന്നവരൊക്കെ നോക്കിക്കോളേ, ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിക്കോ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. സമയം കഴിഞ്ഞ എത്ര നേരമുണ്ട്? പൈസലേ 10 മിനിറ്റ് കൂടെ പറയാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, നീട്ടുന്നില്ല, നീട്ടുന്നില്ല. അതാ ഇതൊന്ന് അവസാനിപ്പിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഒന്നാമത്തെ മലക്കിൻ്റെതാകുന്ന ആദ്യത്തെ ചോദ്യം അതാണ്. തൊണ്ടക്കുഴി റൂഹത്തിൽ നിൽക്കുമ്പോൾ ആദമിൻ്റെ പൊന്നുമോനെ, നിന്റെ ശരീരത്തിന് എന്തു പറ്റി? ഈ ശരീരം ഇന്ന് ബലഹീനമായിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കും. മറുപടി കൊടുക്കാൻ പറ്റില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, മലക്ക് വീണ്ടും അവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ലൗ. നല്ല വാക്ചാതുര്യമുള്ളതാകുന്ന മനുഷ്യനായിരുന്നല്ലോ ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഇന്ന് നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? ഒരുപാട് ആളുകളെ ചീത്ത വിളിച്ചവരല്ലേ, ശകാരിച്ചവരല്ലേ, 10 പേരോട് വഴക്കടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കൽപ്പുള്ളവളല്ലേ. ഇന്നെന്ത് പറ്റി? നിന്റെ നാവ് ചലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. സംസാര വൈഭവത്തിന് എന്ത് സംഭവിച്ചു? വമാ അസ്കതഹുല്ലോ. നിന്റെ നാവിനെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. നാവ് വലിയ വിഷയമാണ്. അള്ളാഹു നമ്മുടെ നാവ് നന്നാക്കി തരട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മയ്യളമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദൈഹി അള്ളമല്ലഹുൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ആരെങ്കിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അള്ളമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അവയവം സൂക്ഷിച്ചാൽ സ്വർഗം ഉറപ്പ്. ആർക്കാ ഈ ഒരു ധൈര്യത്തോടുകൂടി ഏറ്റെടുക്കാൻ, ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ആരാണ്? 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിക്കാൻ ആര് ഏറ്റെടുക്കുന്നുണ്ടോ അവന് ഞാൻ നിൽക്കാം ജാമ്യം, സ്വർഗമുണ്ട്. 2 കാര്യം സൂക്ഷിച്ചാൽ മതി. ഒന്ന് നാവ്, മറ്റൊന്ന് ലൈംഗിക അവയവം. 2നെ അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം കവർ ചെയ്തിട്ടുണ്ട്. താടിയെല്ലുകൾക്കിടയിലിട്ടിട്ടാണ് ഈ നാവിനെ അള്ളാഹു സംരക്ഷിക്കുന്നത്. തുടയെല്ലുകൾക്കിടയിലിട്ടിട്ടാണ് ഈ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് തുറന്ന്
പ്രദർശിപ്പിച്ച് നടക്കരുത്. ഇത് വളരെയേറെ സൂക്ഷിക്കേണ്ട സംഘങ്ങളാണ് ഇത് രണ്ടും. ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. വലിയ അനുഗ്രഹമാണ് നാവ്. നാവ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു അനുഗ്രഹങ്ങളെ എണ്ണിയപ്പോൾ നാവിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അലം നജഅൽ ലഹു ഐനൈൻ അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ وشفتين وهديناه النجدين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനോഹരമാക്കപ്പെട്ട രണ്ട് കണ്ണുകളെ നാം നൽകിയില്ലേ? വലിസാനൻ മനോഹരമായ നാവിനെയും നാം സമ്മാനിച്ചില്ലേ? വശഫതൈൻ രണ്ട് ചുണ്ടുകളും നിങ്ങൾക്ക് നാം നൽകിയില്ലേ? എന്തുകൊണ്ടാണ് മനുഷ്യ ആലോചിക്കാത്തതെന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ണ് പറഞ്ഞു, നാവ് പറഞ്ഞു, ചുണ്ട് പറഞ്ഞു. നാവിൻ്റെ ഇടയിലുള്ള ഒരു സാധനം ഉണ്ട്, നാവിൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ. ഏതാ അത്? പറയുന്ന ഏതാ? നാവിനും ചുണ്ടിനും ഇടയിൽ പല്ല്. പല്ല് പറഞ്ഞില്ല. കാരണം എന്താ? കുഴിമന്തി കഴിക്കലല്ല ലക്ഷ്യം, മറിച്ച് ദിക്ർ ചെല്ലലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പല്ല് ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷെ പടച്ചവനും അത് വേണ്ട. പല്ല് അല്ലാഹു പറഞ്ഞില്ല. പല്ല് നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ എന്ന് അല്ലാഹു എടുത്തു പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? നാവ് നൽകിയില്ലേ? വശഫത്തീന് രണ്ട് ചുണ്ടും നൽകിയില്ലേ എന്ന്. മരിക്കാൻ കിടക്കുന്നവൻ ആ ചുണ്ടെങ്കിലും ചലിപ്പിച്ചിട്ട് അല്ലാഹുവിന് ദിക്റെന്ന് ചൊല്ലിക്കൂടായിരുന്നോ? നാവ് ചലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൂടായിരുന്നോ? കള്ളുകുടിച്ചും വ്യഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും അസിരി ലോകത്തേക്ക് നോക്കിക്കൊണ്ടും നിന്റെ കണ്ണുകളെ, നിന്റെ നാവുകളെ മലീവസമാക്കാതെ ഈ നാവ് കൊണ്ട് നീ എത്ര പ്രാവശ്യം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയവനാണ്? അലം നജഅൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ. അല്ലാഹു ചോദിക്കുക. അർത്ഥവത്തായ ചോദ്യമാണത്. നാവ് വലിയ വിഷയമാണ്. നാവ് കൊണ്ട് സ്വർഗത്തിലെത്താം, ഇതേ നാവ് കൊണ്ട് തന്നെ നരകത്തിലും പോകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. സ്വർഗത്തിൽ കടക്കാനുള്ള വഴി തേടിയ സ്വഹാബിയോട് റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്റിലായി, അവന്റെ സ്മരണയിലായി നനച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണേ, ദിക്ർ ചൊല്ലണേ, ഔറാദുകളിലേക്ക് മുഖരിതമാകണേ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയം അതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കണേ. ഇത്രയും കാലം കളിച്ച് രസിച്ച് നടന്നു. 30, 40, 50, 60, 70 വയസ്സൊക്കെ ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കും. ഇനി എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുക. ഇനി നമുക്ക് ആയുസ്സിലൊരു സമയം വേണം, ഒരു ടൈം ടേബിൾ. ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കുക, അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബുകൾ ശ്രദ്ധിക്കുക, ളുഹാ നമസ്കരിക്കുക, അവ്വാബി നമസ്കരിക്കുക, തഹജ്ജുദ് നമസ്കരിക്കുക, വിത്ർ നമസ്കരിക്കുക. ഇനി അങ്ങോട്ട് ഇബാദത്തായിട്ട് നിൽക്കുക. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാൻ തോന്നുകയാണെങ്കിൽ വേഗം തസ്ബീഹ് എടുത്തിട്ട് 10 ദിക്ർ ചൊല്ലിയേക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒരു 100 ചൊല്ലിക്കും. എത്ര ഖൈറാൻ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തിരുന്നതാണ് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിക്കൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരു സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഒന്നില്ലെങ്കിൽ സുബഹിക്ക് ശേഷം 1 മണിക്കൂർ, അല്ലെങ്കിൽ മഗ്രിബ് ഇശായിനിടയിൽ. മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട്. 43 വർഷമായിട്ട് അയാൾ ദുനിയാവിൽ അദ്ദേഹം 43 കൊല്ലമായിട്ട് ഇശാ മഗ്രിബിനിടയിൽ സംസാരിച്ചിട്ടില്ല. 43 വർഷമായിട്ട് ദുന്യവയായ ഒരു സംസാരമില്ല. ഉള്ളി ദിക്ർ ഔറാദ് ഖുർആനോത്ത്. മഗ്രിബ് വിളിച്ച ജമാഅത്തായിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ കയറും. ഇശായിൻ്റെ ജമാഅത്തും കഴിഞ്ഞ് അതിൻ്റെ വിത്ർ ഔറാദൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അതുവരെ ഒരു പണി
ഒരച്ചപ്പാടിൽ ഒരു പരിപാടി, വേറെ ഒന്നുമില്ല. ഖുർആനൊത്ത് ദിക്റവർ, ഇതിനിടയിൽ മക്കളുടെ മരണം നടന്നിട്ടുണ്ട്, പല കല്യാണങ്ങളും സൽക്കാരങ്ങളും എല്ലാം നടക്കട്ടെ. അള്ളാഹുമായിട്ട് നാളെ മഹ്ശറയിൽ പറയാൻ, അള്ളാഹു ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നിന്നെ ഓർത്ത് നിന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ മാറ്റിവെച്ചതാണെന്ന് പറയാൻ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒറ്റ മണിക്കൂർ ഉണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, 1 മിനിറ്റ് ഇക്കാലം അത്രയും ജീവിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ആ മിനിറ്റ് ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് പറയാൻ 1 മിനിറ്റ് നമ്മുടെ ആയുസ്സിലുണ്ടായിട്ടുണ്ടോ ഇക്കാലം അത്രയും ദിവസത്തിൽ? ഇല്ല. നമ്മളെപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കുക, തോന്നുമ്പോൾ ദിക്റല്ല, അത്രേ ഉള്ളൂ. ഒരു നമസ്കാരം പോലും കറക്റ്റല്ല, ഒരു ദിക്ർ പോലും കറക്റ്റല്ല. എല്ലാ ദിവസവും മഗ്‌രിബ് കറക്റ്റായി നിസ്കരിച്ചിരുന്നവരാ. ഒരു കല്യാണം വന്നപ്പോൾ അയാൾ അങ്ങോട്ട് ഓടി. കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ? അള്ളാഹു ഇപ്പം അത് പറയാനാണ് സമയമില്ല. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ആർക്കെവിടെയും നോക്കാം, രസിക്കാം, കടക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര കറക്റ്റാണ് തഴവ ഉസ്താദിന്റെ വരികൾ. അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 29 വർഷം 30 കൊല്ലം പൂർത്തിയായി അവിടുന്ന് വഫാത്തായിട്ട് തഴവ ഉസ്താദ്. അതിനും 15 കൊല്ലം മുമ്പ് എഴുതി, ഏകദേശം 45 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ കാലത്തേക്ക് നോക്കി എഴുതിയതുപോലെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പണമുള്ളതാകുന്ന ആളുകൾ പത്രാസ് കാണിക്കുന്ന സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴാണ്. ഞാൻ വലിയ കാശുകാരനെന്ന് എങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ. അതിന് ഒരു വഴിയാണ് വലിയ വണ്ടി എടുത്ത് നടക്കുക, വലിയ വീട് വെക്കുക. രണ്ടാമത്തതുള്ള വഴിയാണ് മകളുടെ കല്യാണം വരുമ്പോൾ 10,000 പേർക്ക് പന്തലൊരുക്കിയിട്ട് ഭക്ഷണം ഒരുക്കിയിട്ട് വിളിക്കുക. അവസാനം 5,000 പേർക്ക് തികഞ്ഞുള്ളൂ, ബാക്കി പേർക്ക് തികഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര കല്യാണം ഭക്ഷണം തികഞ്ഞിട്ടില്ല. വലിയ പത്രാസ് കാണിച്ചിട്ട് നാട്ടുകാർ എല്ലാം ബൊഫേ പരിപാടിയാണ്. വന്ന് നിന്നിട്ട് അങ്ങോട്ട് മെന്നെ ആർമാദിച്ച് പോവുക. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ്, അത് ഇത് എല്ലാം. 80 കഴിഞ്ഞ വല്യപ്പായ വള്ളി നിക്കറടിച്ചിട്ട് പെരയുടെ മുകളിൽ നിർത്തിയിരിക്കുക, യോയോ കാണിച്ചുകൊണ്ട് ഇരിക്കുക. ഇപ്പം ചാകും. അടുത്ത ദിവസം കീഴ്പ്പയ്യൂർ മഹല്ലിൽ കൊണ്ട് അടക്കേണ്ടതാണ്. എന്നാലും പുള്ളിക്ക് ഒരു വള്ളി നിക്കർ ഇട്ട് കൊടുത്ത് 3/4 ഇട്ട് കൊടുത്ത് പുള്ളിയെ നിർത്തിയിരിക്കുക. പ്രായമുള്ള ആളുകൾ പോലും എതിർക്കുന്നില്ല. മഹല്ലിൽ നടക്കുന്നതാകുന്ന തെമ്മാടിത്തരങ്ങളെ എതിർക്കാൻ മഹല്ലിലേതാകുന്ന ആളുകൾ തയ്യാറാകുന്നില്ല. മഹല്ല് ശക്തമായ തീരുമാനം വിഷയത്തിലെടുക്കണം. തീരുമാനം എടുത്താൽ മാത്രം പോലെ നടപ്പിലാക്കണം. അത്തരത്തിലുള്ള കല്യാണങ്ങൾ നടപ്പാൻ പറ്റൂല എന്ന് ശക്തമായൊരു തീരുമാനം ഏർപ്പെടുത്തുകയും ആരെങ്കിലും ആഭാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി അവരെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുകയും വേണം. അതൊക്കെ അനിവാര്യമാണ്, നിർബന്ധമാണ്. ദീനിന്റെ വിഷയത്തിലുള്ള ശത്രുതൊന്നും പ്രശ്നമല്ല. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ സാലിഹീകളെ ചെറുക്കുമാറാവട്ടെ. പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളാണ് പിന്നെ എന്ത് ചെയ്യും? എത്ര ആളുകളാണ് പണം കൊണ്ട് ആഭാസം കാണിക്കുന്നത്, തോന്നിവാസം കാണിക്കുന്നത്. ഇതിപ്പോൾ സ്വർണത്തിന് വില കൂടി ഇപ്പോഴും ചിലർ സങ്കടം പറയുന്നത് മകളെ ഇനി എങ്ങനെ കെട്ടിക്കുമെന്നാണ്. ഇനി ഈ മഹർ കൊടുക്കാനും ഈ സ്വർണ്ണമൊക്കെ ഇത്ര വലിയ മൂല്യമാക്കിയതാരാ? സഹോദരങ്ങളെ, വെള്ളിയാണ് യഥാർത്ഥത്തിൽ മഹറിന് വേണ്ടത്. വെള്ളി കൊടുക്കലാണ് സുന്നത്തുമുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. നമ്മളാണ് ഈ വിവാഹ മൂല്യമൊക്കെ കൂട്ടിയത്. 5 പവൻ കൊടുത്തോണ്ടിരുന്നവർ ഇപ്പം 3 ആക്കി. കാരണം എന്താ? പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സാധനத்தைയും കൂടെ കുറച്ച് നമ്മൾ തന്നെ പ്രയാസമാക്കുന്ന ജീവിതം നമ്മൾ തന്നെ കൊണ്ടുവന്നു. ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നു, എല്ലാം നമുക്ക് വേണം. അങ്ങനെയാണല്ലോ, മട്ടൻ വേണം, കുട്ടൻ വേണം, ചിക്കൻ വേണം, അത് വേണം, ഇങ്ങനെ ഇല്ല. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് തന്നെ ഒരു മാനസിക വെറുപ്പാണ്.
നമ്മൾ പറയും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് നമ്മളിങ്ങനെ പറയാം. കാരണം നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കടയിലുള്ള കോഫി, ചായ, ഇടിയപ്പം, പൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, ഇറച്ചി, മുട്ടറോസ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖയും പൊളി, ഒപ്പടപൊളി, ജിലേബി, അൽപൂരി എല്ലാം കയറണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ മനസ്സിൽ തന്നെ വെപ്രാളാണ്. പടച്ചവൻ ഇതൊന്നും ഇല്ലല്ലോ എന്ന്. ആണോ അല്ലയോ? അങ്ങനെ ആയിപ്പോയി. പണ്ടങ്ങനെ അല്ലല്ലോ. സർക്കാർ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത് കൊക്കിലൊതുങ്ങുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത് വിശാലവൽക്കരിച്ചു, വിശാലമാക്കി. അപ്പം എല്ലാത്തിനും നമുക്കെന്തായി കുടുസായി തുടങ്ങി. ഇനിയൊരു സാമ്പത്തിക ഞെരുക്കം നമുക്ക് വരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് ഒരു വലിയ ഞെരുക്കം ഈ ഉമ്മത്തിനുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അൽ ഖനാഅതു, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതമാണ് വേണ്ടത്. ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു വിശാലതയുണ്ടല്ലോ. ഇപ്പോൾ ദുനിയാവ് നമുക്കിങ്ങനെ വാരിപ്പുണർന്ന് അല്ലാഹു തരികയാണ്. ഇതൊരു പിടുത്തം വരും. ഈ പിടുത്തപ്പെട്ട് അവസാനം ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ഞെരുക്കത്തിൽ അമർന്നു നിൽക്കുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കടന്നുവരവ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. യഹ്സിൽ മാല ഹസിയൻ ലാ യഉദ്ദുഹു അദ്ദാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നു കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമികമാകുന്ന ഭരണത്തിലേക്ക് വരികയാണ്. ആ സമയത്താണ് പ്രിയമുള്ളവരെ അദ്ദേഹം സമ്പത്ത് യഹ്സിൽ മാല ഹസിയൻ, പൈസ ഇങ്ങനെ വാരി വിതറും. കണക്കൊന്നും നോക്കൂല. ഒരാൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടം പോലെ കൊടുക്കാൻ. ലാ യഉദ്ദുഹു അദ്ദൻ, എണ്ണുന്ന പരിപാടിയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യുഗത്തിലേക്ക് ഇനി പോകാൻ പോവാണ്. അതിനു മുമ്പ് ഒരു പിടുത്തം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവണമല്ലോ. എന്തായാലും വരും. പല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ പോലെയല്ല. പൈസ ഒന്നും ഇത്ര ലക്ഷം രൂപ കയ്യിൽ വെക്കാൻ പറ്റൂല. അഥവാ കൈ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം. ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റൂല. അങ്ങനെ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം. IT ഫയൽ ചെയ്യണം. ഇത്ര ലക്ഷം രൂപയുടെ ഫണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കണക്ക് കാണിക്കണം. ഇങ്ങനെ തുടങ്ങി എല്ലാ ക്രോസും വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ഇപ്പൊ പൈസയുടെ വന്നു, ഇനി അത് സ്വർണത്തിൽ വരും, പിടുത്തം വരും. സ്വർണ്ണം ഇത്ര സൂക്ഷിക്കാൻ പറ്റൂല, ഇത്ര സൂക്ഷിച്ചിട്ടുള്ളവർ അത് ഇത്ര കണക്ക് കാണിക്കണം. അടുത്ത നിയമം വരും. ഇതൊന്നും വരാൻ വേണ്ട. വൈകുന്നേരം 8:30 ആകുമ്പോൾ പ്രതീക്ഷ വേണം. ഏതെങ്കിലും ഒരു ദിവസം കയറി വരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നേരെ ഇരുണ്ട് വെളുക്കൊന്നും വേണ്ട. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഓരോന്ന് വരിക നിയമങ്ങൾ. ഇത് വരുമെന്നാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ പല പ്രശ്നങ്ങളും കുടിസുകളും ഉമ്മത്തിന് വരും. ഇത് തീർന്നു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നീണ്ടു വരും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സമ്പത്തിട്ട് ദൂർത്തടിക്കണ്ട. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് ആവശ്യമില്ലാതെ പാഴാക്കുന്ന പരിപാടി അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇന്ന് ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ്. ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുക, ആവശ്യമില്ലാത്ത ചെലവുകൾ, ദുർവ്യയം വല്ലാതെ കൂടുതലാണ് ചെലവുകൾ. അത് മഹല്ലിലെ ഓരോ അംഗങ്ങളും അത് ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിൽ ചെലവുകളൊന്ന് എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോഴാണ് ചെലവിൻ്റെ തുകകൾ മാസത്തിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു ബുക്ക് വാങ്ങിച്ചിട്ടൊന്ന് എഴുതണം. ഓരോ ദിവസവും ചെലവഴിക്കുന്ന പൈസ മക്കളാരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ബാപ്പ മൊബൈലിനകത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. വൈകിട്ടാകുമ്പോൾ മക്കളോടൊന്ന് പറയുക, മോളെ ഇന്ന സാധനങ്ങൾ ഇന്ന സംഭവം ഒന്ന് എഴുതി വായിക്കും. ഒരു മാസത്തെ ബില്ല് എത്രയാണെന്ന് അപ്പോഴറിയാം. ഇത് നല്ല സുഖമുണ്ടല്ലോ. രാവിലെ മുതൽ ചിലവഴിക്കുന്നു, ഇങ്ങനെ പോകുന്നു. എത്രയാണ്? 3000 അവിടെ കൊടുത്തു, 5000 ഇവിടെ കൊടുത്തു, 1000 അവിടെ കൊടുത്തു, 500 അവിടെ കൊടുത്തു. എത്രയാണെന്ന് ഒരു കണക്കുമില്ല. ഇതൊന്ന് എഴുതി വെച്ച് ഒരു മാസത്തെ ചെലവ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ സാധാരണ പറയും ഇത്ര രൂപ അത്ര രൂപ ഒന്നും അല്ല. അതിന് മുകളിൽ പോകുന്നുണ്ട്. പല ചെലവുകളും പാഴായിട്ടുള്ള ചെലവുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, അവസാന കാലഘട്ടമാകുമ്പോൾ ലോകത്തുള്ളതാകുന്ന സർവരും മുസ്ലിമിനെതിരെ തിരിയുമത്രേ. യൂശികുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽകിലതു ഇലാ ഖസാതിഹാ. മനോഹരമാക്കപ്പെട്ട ഭക്ഷണ തലികയിലേക്ക് വിശന്നു വലഞ്ഞ ആളുകൾ കൈനീട്ടിക്കൊണ്ട് ഭക്ഷണം വാരി വലിച്ച് തിന്നാൻ തുനിയുന്നത് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ആളുകൾ കടന്നു വരുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് വ്യക്തമായിട്ട് പുലർന്നില്ലയോ? 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടു പോയ മക്കളുടെ കണക്ക് എത്രയാ? 20,000-ത്തിലും അധികം മക്കളാണ് കഴിഞ്ഞ 23 മാസങ്ങളായി മരണപ്പെട്ടു പോയത്. ഈ വരുന്ന ഒക്ടോബർ 7 എത്തുമ്പോ 2 വർഷം
പൂർത്തിയാവുകയാണ്. 23 മാസങ്ങളിലായി 70,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടു പോയെന്ന് വാഷിംഗ്ടൺ പ്രസ് തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നെങ്കിൽ അതിൽ തന്നെ 20,000-ത്തോളം വരുന്നത് 10 വയസ്സിൽ താഴെയുള്ള മക്കളാണ്. അതിൽ തന്നെ 1000-ത്തിലധികം മക്കളുള്ളതോ ചെറിയ മക്കളാണ്, 1 വയസ്സിൽ താഴെയുള്ളതാകുന്ന മക്കളാണ്. വാപ്പയുടെ തോളിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങുമ്പോൾ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ ബോംബിട്ടുകൊണ്ട് കൊല്ലുകയാണ്. അതാ ആ കാണുന്ന സ്ഥലത്ത് ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞ് അഭയാർത്ഥി ക്യാമ്പിൽ വിശന്ന് പറഞ്ഞുകൊണ്ട് മരകൂച്ചുന്നതാകുന്ന ചൂടിൽ പ്രയാസപ്പെടുന്ന സമയത്ത് വന്നുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ പട്ടിണി കിടക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, അവിടെ അതാ ഭക്ഷണം വിളമ്പുന്നുണ്ട്. ക്യൂ നിൽക്കുന്ന മക്കൾ ഓടുകയാണ് അവിടേക്ക്. വേച്ച് വരുന്നതാകുന്ന പടുവൃദ്ധന്മാരടക്കം ആ ക്യൂവിൽ നിർത്തിയിട്ട് ക്രൂരമായി വെടിവെച്ച് കൊല്ലുകയല്ലേ. IFS-ൻ്റെതാകുന്ന പ്രവർത്തകരുടേതാകുന്ന നൃത്തനിരങ്ങുകൾ ഇന്ന് ടിക്ടോക്കിൽ വൈറലാണ്. അഥവാ ജൂതരാകുന്ന ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ നരനായാട്ട് എത്രത്തോളം ആഭാസമെന്നറിയുമോ? പാവപ്പെട്ട ഫലസ്തീനി മക്കളെ ബലാത്സംഗം ചെയ്ത് അവരെ കൊന്നുകളഞ്ഞിട്ടോ, അവരെ ബലാത്സംഗം ചെയ്തിട്ടോ, അവരുടെ അടിവസ്ത്രം ഊരിയെടുത്തിട്ട് അത് തലയിലിട്ടുകൊണ്ട് നൃത്തനരങ്ങുകൾ നടത്തുന്നതാകുന്ന ജൂതന്മാരാകുന്ന അവിടുത്തതാകുന്ന പയ്യന്മാരുടെ സൈന്യത്തിന്റെ ടിക്ടോക്കിൽ വൈറലാണ്. അവരുടെ നൃത്തനരങ്ങുകൾ ഇന്ന് ലോകം മുഴുവനും കാണുകയാണ്. അല്ലാ, എത്ര ഭീകരമായ രംഗമാണ്. നമ്മളിവിടെ കുടിച്ച് രസിക്കുകയാണ്, കളിച്ച് രസിക്കുകയാണ്. കേവലം നമ്മൾ ഒരു ഐക്യദാർഢ്യത്തിന്റെ സദസ്സ് നടത്തി കേവലം ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് മാറി നിന്നാ പോരെ മുസ്ലിമേ. നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമാകുന്ന പരിവേശമുണ്ടാവണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിതത്വം കടന്നു വരണേ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിതത്വം വരണേ. നമ്മൾ ജീവിക്കുന്ന അതേ സമയത്ത് തന്നെ ഫലസ്തീന മക്കൾ പട്ടിണിയിലൂടെ പ്രയാസപ്പെടുമ്പോൾ സുഭിക്ഷതയിൽ ആറാടാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ മക്കൾ വിഭവസമൃദ്ധമാകുന്ന ഭക്ഷണം കഴിച്ച് വില കൂടിയ വാഹനങ്ങൾ കറങ്ങി നടക്കുന്നു, പെട്രോളും ഡീസലും കത്തിച്ച് കളയുന്നു, വൈദ്യുതികൾ പാഴാക്കി കളയുന്നു. ചിലവെങ്കിലും ഒന്ന് ചുരുക്കി ജീവിക്കാൻ ഈ ഉമ്മത്തൊന്ന് തയ്യാറാകണേ. പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് വേണ്ട കല്യാണത്തിൻ്റെ ദിനരാത്രങ്ങളോടനുബന്ധിച്ച് 4-5 ദിവസങ്ങൾ രാപ്പകലുകളായിട്ട് നടക്കുന്ന ആഭാസങ്ങൾ ഈ ഉമ്മത്തി എന്നാണ് അറുതി വരുത്തുന്നത്. അവസാനം അതാ പുതിയ ആപ്പിളയും പുതിയ വണ്ണം കൊണ്ടുവരുന്നത് JCB-യിൽ കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവരുകയാണ്. ആരാണിത് നിങ്ങൾക്ക് പകരം നൽകിയത്? ഏത് പ്രവാചകന്റെ അനുയായിയാണ്? എന്തിനാണ് നീ നബിദിനാഘോഷം നടത്തുന്നത്? പ്രവാചകന്റെ പേരിൽ തോരണം കെട്ടി കൂക്കുന്നവർ, പ്രവാചകന്റെ പേരിൽ മദ്ഹ് ആലപിക്കുന്നവർ, ആദ്യം പ്രവാചകരുടെ ജീവിതം ഒന്ന് കൊണ്ടുവരണേ. റസൂലുള്ള കാണിച്ചു തന്ന പ്രവർത്തനമാണോ? എത്ര ആഭാസകരമാകുന്ന പ്രവർത്തനമാണ് ഈ ഉമ്മത്തി ഏറ്റെടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മൗലിദ് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പ്രകീർത്തനത്തിന്റെ സദസ്സുകൾ വളരെ ഔഷധമുള്ളതാണ്. അത് കുടുംബജീവിതത്തിന്റെ ബറക്കത്തിന്റെ നിദാനമാണ്. അത് ബഹുമാനപ്പെട്ട തലവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകത്തെ പഠിപ്പിച്ചതാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. അഹ്ലുസുന്നയുടെ പ്രവർത്തകരാണെന്ന് കേവലം പേര് മാത്രം കൊണ്ട് കാര്യമില്ല. ജീവിതത്തിലേക്ക് പ്രവാചകരെ സ്നേഹിച്ചുകൊണ്ട് മൗലിദിന്റെ സദസ്സുകൾ നടത്താൻ തയ്യാറായിട്ടുള്ള മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? റബീഉൽ അവ്വലിന്റെ വസന്തത്തിന്റെ മാസമാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത്. ഇതാ പ്രവാചകരുടെ നബിദിന ആഘോഷമാണ് കഴിഞ്ഞിട്ടുള്ളത്. നബിദിന ആഘോഷമാണ് കഴിഞ്ഞത്, നബിയാഘോഷം കഴിഞ്ഞിട്ടില്ല. നബിദിന ആഘോഷമാണ് കഴിഞ്ഞത്, നബി ആഘോഷം നമ്മൾ അസ്തമിച്ചിട്ടില്ല. റസൂലുള്ളാഹിയെ പാടി പുകഴ്ത്തണ്ടേ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് വീടുകൾ ബറക്കത്തുണ്ടാവണ്ടേ. എല്ലാ കള്ളന്റെ ഫിത്നകളും ഒഴിവാക്കി
ഒഴിവാകും, കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിന് തൊട്ട് ഒഴിവാകും, നമ്മൾക്കെതിരെ മാരണം ചെയ്യുന്ന കൂടോത്രം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് സംരക്ഷണമാണ്, എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് പരിപൂർണമായ കാവലാണ് അല്ലാഹു നൽകുക എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ. പക്ഷേ ഈ പ്രകീർത്തനത്തിന് സദസ്സുകൾ നടത്തുന്ന പ്രിയപ്പെട്ട മുസ്ലിം, പ്രിയപ്പെട്ടതാകുന്ന ഫലസ്തീന മക്കൾ ഓർക്കാറുണ്ടോ? 5 വഖത്ത് നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കാത്തവർ നമ്മുടെ കൂട്ടിലില്ലേ? പഠിച്ചു വെക്കണേ. 178 പള്ളികളാണ് ഫലസ്തീന മക്കൾക്ക് തകർക്കപ്പെട്ടു പോയത്. തകർക്കപ്പെട്ട ജമാഅത്തുകളുടെ പള്ളിയുടേതാകുന്ന മിനാരത്തിന്റെ താഴെ ഇരുന്ന് മേലെ ആകാശത്തൂടി വട്ടമിട്ട് പറക്കുന്നതാകുന്ന ബോംബ് വർഷിക്കുമെന്ന് കരുതുന്ന ഹെലികോപ്റ്ററുകൾ ഇസ്രായേലി ഭീകരർ നടക്കുമ്പോൾ പോലും അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ യാതൊരുവിധ മടിയുമില്ലാതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറിന്റെ മന്ത്രധ്വനിയുമായി നമസ്കരിക്കാൻ നിൽക്കുന്ന ഫലസ്തീനികളെ എങ്ങനെ മറക്കാൻ പറ്റും? അവരൊരു വഖത്ത് പോലും നമസ്കാരങ്ങളെ പാഴാക്കുന്നില്ല. ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ കഴിയുന്ന ജീവിതമുണ്ടായിട്ട് പോലും കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായ യുദ്ധത്തിന്റെ മുഖത്താണ്. എന്നിട്ടും ഒരു നമസ്കാരങ്ങളെ പാഴാക്കുന്നില്ല. ഒരു വഖത്ത് പോലും ജമാഅത്തായി നമസ്കരിക്കാതിരിക്കുന്നില്ല. ജുമുഅയ്ക്ക് വേണ്ടി ഖതീബ് ഒരുമിച്ച് കൂടിയിട്ടുള്ള സമയത്ത് പറഞ്ഞ ഡയലോഗ് ഈ ഉമ്മത്ത് കേട്ടതല്ലേ? എനിക്കൊരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഖുതുബ നീട്ടുന്നില്ല, കാരണം എനിക്കൊരു വിശപ്പാട് വല്ലാത്ത പ്രയാസമാണ്. നിങ്ങളോ നിങ്ങൾക്ക് ഖുതുബ കേട്ടുകൊണ്ടിരിക്കാനും പറ്റുന്നില്ലല്ലോ. വിശപ്പിന്റെ കാഹളത്താൽ ഖുതുബ ഞാൻ ചുരുക്കുന്നു. നമുക്കിനി ജുമുഅ നമസ്കരിക്കാമെന്ന് പറഞ്ഞ് പട്ടിണിയും പ്രയാസത്തിലൂടെയും ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ പോലും മരിക്കുന്നത് റബ്ബിന്റെ മുന്നിൽ കിടന്ന് സുജൂദിലായി മരിക്കട്ടെ എന്ന ചിന്തയിൽ ഒരു വഖത്ത് പോലും നമസ്കാരത്തെ പാഴാക്കാതെ ജുമുഅയ്ക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സാധുക്കളായ ഫലസ്തീന മക്കൾ, അല്ലാഹുവേ അവരുടെ ഈമാൻ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയതാകുന്ന 70,000-ൽ പരം ആളുകളുണ്ട്. അവർക്ക് നീ പരിപൂർണമായ ശുഹദാക്കളുടെ പ്രതിഫലം നസീബാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മരണം മുന്നിൽ കണ്ട് നിൽക്കിൻ. അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടാവില്ല. ഫലസ്തീന മക്കളോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ഒന്നുമില്ല, ഞങ്ങൾ സ്വർഗം ആഗ്രഹിച്ച് നടക്കാൻ. ചെറിയ മക്കൾക്ക് പോലും സ്വർഗത്തെ കൊതിച്ച് നടക്കുന്ന ആളുകളായി മാറി. കാരണം എന്തുകൊണ്ട്? മരണം മുന്നിൽ കണ്ടാണ് അവർ ജീവിക്കുന്നത്. നമുക്കെല്ലാം സുഭിക്ഷതയുമുണ്ട്, നമുക്കുള്ളതുപോലെ അവർക്കുണ്ടായിരുന്നു. 2 കൊല്ലം മുമ്പ് വീടുണ്ട്, കാറുണ്ട്, വാഹനമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വലിയ കുടുംബം, വലിയ ഐശ്വര്യപൂർണമായ ജീവിതം ഒക്കെ തകർക്കപ്പെട്ടു. തകർക്കപ്പെട്ടതാകുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ ഇന്നും ജീവനവശേഷിക്കുന്ന തുടിക്കുന്ന ആളുകളുണ്ട്. ഒക്കെ എടുക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും ബോംബ് വർഷിക്കാൻ ഓടിക്കോ. ആളുകൾ ഇങ്ങനെ ഓടുക, ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നതാകുന്ന മക്കളിൽ തന്നെ കൈയില്ല, കാലില്ല, ശരീരത്തിന്റെ പല അവയവങ്ങളുമില്ല, അംഗവൈകല്യം സംഭവിക്കപ്പെട്ട ധാരാളം മക്കൾ. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണ്ണ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ പ്രതിഫലം അള്ളാഹു നസീബാക്കട്ടെ. നാളെ മഹ്ശറിലെത്തുമ്പോൾ അവരെ കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരും വരെയും, അള്ളാഹുവേ ഞാനൊരു ഫലസ്തീനി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തുകൊണ്ട്? ഏറ്റവും ഉന്നതമായ പ്രതിഫലം കിട്ടുക ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ബലാ മുസീബത്തുകൾ നിറഞ്ഞവർക്കാണ് നാളെ പ്രതിഫലം ലഭിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്ന അഅ്ളമൽ ജസാഇ മഅഅ്ളമിൽ ബലാഇ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. വർണ്ണമായ പ്രതിഫലം നാളെ കിട്ടണോ? ദുനിയാവിൽ ബലാ ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമ്പോൾ, ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, മക്കൾ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, കുടുംബത്തിൽ അനാഥം പേറുന്നത് പോലെ കഴിയുമ്പോൾ, കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നിന്നെ ഒറ്റപ്പെടുത്തി അസൂയയോടുകൂടി നിന്നെ കണ്ടുകൊണ്ട് നിലകൊള്ളുമ്പോൾ നീ വിഷമിക്കേണ്ടതില്ല. നിനക്ക് റബ്ബുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ് മതി എനിക്കെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലുണ്ടാവണം. നിന്നെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, അവനെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. നിന്റെ അയൽവാസികളെ, നിന്റെ ബന്ധുമിത്രാദികളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, ലോകത്തുള്ള സർവരെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു, ആ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ നിന്റെ മനസ്സ് തുടിച്ചോ എങ്കിൽ നീ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അതുകൊണ്ട് ഇനിയുള്ള ജീവിതം ഇത്രയും കാലം നമ്മൾ കളിച്ചും രസിച്ചും കഴിഞ്ഞുപോയി, ഇത് വെറുതെയുള്ള ജീവിതമല്ല എന്ന് തിരിച്ചറിയൻ, ലക്ഷ്യം മറന്നവനായി പോകാതെ ലക്ഷ്യത്തിലേക്ക് ഓടിൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന് അള്ളാഹ് തന്നെ പറയാൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാകിൽ സുബഹിയുടെ ജമാഅത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കൻ. സുബഹി അടക്കമുള്ള എല്ലാ വഖത്തുകളും അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന ശീലമുണ്ടാവട്ടെ. കാരണം നിസ്കാരമാണ് ഒരു മുഅ്മിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി, അലാമത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ആരാധനയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മഹിതമാക്കപ്പെട്ട ഈ ആരാധന നിർവഹിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സമയങ്ങളിൽ ഒരു സമയത്തെ അള്ളാഹുവിന് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ച് പരലോക നന്മയ്ക്ക് വേണ്ടി ഗുണകാംക്ഷയായി പ്രവർത്തിച്ചുകൊണ്ട് നിലകൊള്ളിൻ. അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കാൻ, കുടുംബ ബന്ധങ്ങൾ ഐക്യപ്പെടുത്തിൻ, സാമൂഹ്യ ബന്ധങ്ങളെ ചേർത്ത് നിർത്തിൻ. നമ്മൾ ഒരാളെയും വെറുക്കണ്ട, പഴയ സ്നേഹം നമുക്കുണ്ടാവണം. ജോസഫിനെ നമ്മൾ സ്നേഹിച്ചതുപോലെ, ക്രൈസ്തവനാകുന്ന ജോസഫിനെ സ്നേഹിച്ചതുപോലെ, നാരായണൻ എന്ന് പേരുള്ളതാകുന്ന ഹൈന്ദവനെ സ്നേഹിച്ച പോലെ, ഇബ്രാഹിം എന്ന് പറയുന്ന മുസൽമാനെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാൻ ആ പഴയകാല സൗഹൃദത്തിലേക്ക് നമ്മൾ വരട്ടെ. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈര്യമില്ലാത്ത നല്ല ഒരു നാള് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു നസീബാക്കുമാറാവട്ടെ. ലോകത്തുള്ള സർവ്വരും മുസ്ലിമിനെ ആക്രമിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടം വരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയോട് ചോദിച്ചു, നബിയെ അമിൻ ഖില്ലത്തിൻ നഹരി യൗമഇദിൻ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? സഹാബത്തിന്റെ ആശങ്കയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ ബൽ അൻതും കസീറുൻ, 50 ദശലക്ഷത്തിലധികം സൈന്യമുണ്ട് ഇന്ന് മുസൽമാന്. ലോകരാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തുർക്കിയും സൗദിയും യുഎഇയും അടക്കം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലൂടെയുള്ളതാകുന്ന സൈന്യവ്യൂഹങ്ങൾ 50 ദശലക്ഷത്തിലധികമുണ്ട്. പക്ഷേ മുസൽമാൻ ചേർന്ന് നിൽക്കില്ല, ഭിന്നിച്ച് നിൽക്കാൻ. ഇങ്ങനെ നിൽക്കാനുള്ള കാരണം നബി തങ്ങൾ പറഞ്ഞു, വലാകിന്നകം ഗുസാഉൻ കഗുസാഇ സൈൽ, മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന കേവലം വേസ്റ്റാണ് നിങ്ങൾ, ചണ്ടികളാണ്. നബി തങ്ങളുടെ വാക്കാണ്. നബി തങ്ങൾ പറഞ്ഞു, കാരണം എന്തെന്നറിയുമോ? വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുബികുൽ മഹാബത മിൻകും, നിങ്ങൾക്കുള്ളതാകുന്ന ഒരു വഖാർ. മുസ്ലിമിനെ കാണുമ്പോൾ മറ്റ് അന്യസമുദായക്കാർ അവരുടെ മുണ്ടഴിച്ചിട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പി നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നിങ്ങളെ ബഹുമാനിച്ചിരുന്നത് അത് അള്ളാഹു എടുത്തു കളഞ്ഞിരിക്കാൻ. നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള ഭയപ്പാടും ഒക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റി. എന്നിട്ടോ വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുൽ വഹൻ, നിങ്ങളുടെ ഹൃദയത്തിൽ വഹനിനെ അള്ളാഹു ഇട്ടു തന്നിരിക്കുന്നു. സഹാബത്ത് ചോദിച്ചു, അതെന്താണ് നബിയെ വഹൻ? ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും ആക്രമിക്കാൻ ഉതകുന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ മുഴുവനും തയ്യാറാകുന്നു. ഇന്ത്യ രാജ്യത്ത് തന്നെ മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു. വഖഫിൻ്റെതാകുന്ന കമ്മിറ്റിയിലേക്ക് അമുസ്ലിമീങ്ങളെ കൊണ്ടുവരാമെന്നുള്ള നിയമം സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച പാസ്സാക്കിയിരിക്കാൻ. ഇനി മുതൽ വഖഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് വഖഫിൻ്റെ കമ്മിറ്റിയിൽ ആരുണ്ടാകും? അമുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാവും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, അതുപോലെ തന്നെ ക്രൈസ്തവരുടേതാകുന്ന ദേവാലയങ്ങളെ പരിരക്ഷിക്കുന്നതാകുന്ന സംഘടനകളുണ്ട്. അതിലൊന്നും മുസൽമാൻ വേണമെന്ന് പറയുന്നില്ല, അങ്ങനെ ഉണ്ടാവാനും പാടില്ല. ഓരോ മതത്തിനും അവരുടേതാകുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ബോർഡ് അതാത് മതങ്ങളുടെ ആശയാദർശങ്ങളുമായി നിൽക്കുന്നവരാണ്. മുസ്ലിമിൻ്റെതാകുന്ന ന്യൂനപക്ഷൻ്റെ ഈ വിഷയത്തിൽ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് അവരോടുള്ളതാകുന്ന കാടത്ത നിയമമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് എത്താനുള്ള കാരണം എന്തെന്നറിയുമോ? ഹുബ്ബുദ്ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വിരക്തിയും ദുന്യാവിനോടുള്ള അമിതമായ പ്രേമവുമാണ് ഈ ഉമ്മത്തിനെ ഇങ്ങനെ എത്തിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നബിയുടെ വാക്കാണ്. 1400 വർഷം മുമ്പ് പറഞ്ഞത് ശരിയല്ലേ? ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന മജ്‌ലിസിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും 1000 രൂപയുടെ ഈ കയ്യിലോട്ട് കിട്ടിയാൽ അത് 2000 ആക്കാൻ മത്സരിക്കാൻ ഓടുകയാണ്. ദുന്യാവിനോടുള്ള അമിതമായ ഭ്രമമാണ്. 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവർ മൈജിയിലെ ഷാജിഖാന്റെ വീട് കണ്ടപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് കൂടി വെച്ചിട്ട് മരിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് നമ്മൾ പോയി. ആണോ അല്ലേ? മുപ്പറ വീട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് റാഹത്തായിട്ട് അതുപോലൊരു വീട് വെച്ചിട്ട് മരിച്ച നമുക്കൊന്നും അള്ളാഹു അത് തന്നില്ലല്ലോ എന്നുള്ള ഈ ഒരു ദുഃഖമാണ് പറയുന്നത്. നമ്മൾ നോക്കേണ്ടത് ഒന്നൂറുയില അസ്ഫല മിൻകും, നിങ്ങളിൽ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി വലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളതാകുന്ന സ്റ്റേജിലുള്ളവരിലേക്ക് നോക്കരുത് ദുനിയാവിൻ്റെ വിഷയത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആഖിറത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങോട്ട് നോക്കണം? നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണം. അയാളുടെ നിസ്കാരം, അയാളുടെ ഖുർആനോത്ത്, അവിടെ എല്ലാവരും നോക്കുക താഴോട്ടാണ്. നമ്മൾ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ടല്ലോ, മറ്റവൻ അത്രത്തോളം പോകുന്നില്ലല്ലോ എന്നാണ്.
ദുന്യാവിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ നോക്കുന്ന മുകളിലത്തെ സ്ഥിതിയിലുള്ള അത് പാടില്ല. അത് നിന്റെ അവസാനമാണ്, ആഖിബത്ത് മോശമായി തീരും. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ. 60-70 വയസ്സുള്ള കാലഘട്ട ജീവിതം. അതിൽ തന്നെ പകുതി കഴിഞ്ഞവർ ഈ സദസ്സിലുണ്ട്, മുക്കാലും കഴിഞ്ഞ് തീർന്നെത്തവരാളുകൾ 60-70 ഒക്കെ എത്തിയവരുണ്ട്. എല്ലാ താടിരോമവും നരച്ചു, തലയിലെ രോമകൂപങ്ങളും നരച്ചു. ഇനി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അവസാനത്തെ പ്രവാചകൻ വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറയും, തൗബ ചെയ്യൽ. ഇനി ഒരു ഹറാം നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കൽ, ഒരു കറാഹത്ത് പോലും വരാതെ ശ്രദ്ധിക്കൽ, എല്ലാ ഫർളുകളെയും ഗൗനിക്കൽ. കുറഞ്ഞ കാലഘട്ട ജീവിതം, അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ നീ പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് കരഞ്ഞു ദുആയിരക്കൽ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഈ മഹല്ലിൻ്റെ ഐക്യം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഏവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.